പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും മലയാളി സംഘടന ദുബായിൽ സ്വീകരണമൊരുക്കിയ സംഭവത്തിൽ പരാതി നൽകി ABVP. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുമാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നു. ജിജീഷ് കർണാകരൻ, പരാതിയിൽ ABVP എന്തൊക്കെ പറയുന്നു? കൃഷ്ണരാജ്, ABVP ഇവിടെ ഉയർത്തി കാണിക്കുന്നത് തീർത്തും ദേശവിരുദ്ധമായ ഒരു നീക്കമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ രാജ്യത്ത് എടുക്കാവുന്ന എല്ലാ നടപടികളും കർശനമായ നടപടികൾ സ്വീകരിക്കണം, അവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ABVP ഉയർത്തിയിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉയർത്തി തന്നെയാണ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ABVP പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ നൃത്ത പരിപാടി, അത് ഓർമ്മച്ചൂടുകൾ, അവർ വിശദീകരിക്കുന്നത് പോലെ യാദൃച്ഛികമായി ഷാഹിദ് അഫ്രീദി അവിടെ കയറി വന്നതല്ല, കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. അവിടെ അഫ്രീദിയെ വലിയ ആദരവോടുകൂടി സ്വീകരിക്കുന്നു, ആർപ്പുവിളികളോടെ സ്വീകരിക്കുന്നു. ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി തന്നെ നടപ്പിലാക്കിയതാണ്. കാരണം കേരളത്തിലെ പല കലാലയങ്ങളിലും ഇത്തരത്തിൽ എന്താണോ രാജ്യവിരുദ്ധ നീക്കങ്ങൾ ആര് നടത്തുന്നോ അവരെയെല്ലാം പിന്തുണക്കുന്ന, രാജ്യത്തിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം കലാലയങ്ങളിൽ വളർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ വളർന്നു വരുന്ന കലാലയ കൂട്ടായ്മകളുടെ ഒരു ഭാഗം തന്നെയായി വേണം ഇതിനെ കരുതാൻ എന്ന ഒരു വിമർശനം, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം തന്നെയാണ് വിവിധ കോണുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് ABVPയും ഉയർത്തിക്കാണിക്കുന്നത്. ABVP ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ആളുകൾക്കെതിരെ അന്വേഷണം വേണം. കാരണം അവർ പറയുന്നത് പോലെ മുമ്പ് ഹാള് ബുക്ക് ചെയ്യുന്നു, ആ പരിപാടി പിന്നീട് വെക്കുന്നു, അതിനിടയിലാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. അങ്ങനെ ഭീകരാക്രമണം നടന്നതിന് ശേഷവും രാജ്യത്തിന് നേരെ നിരന്തരമായ മോശം പരാമർശങ്ങൾ നടത്തിയ ഭാരതത്തിൻ്റെ സൈനികർക്കെതിരെ നിരന്തരമായ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ ഭാരതം തന്നെ നടത്തിയ ആക്രമണമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം എന്നെല്ലാം വിമർശിക്കാൻ പോലും തയ്യാറായ ഈ പാക് ക്രിക്കറ്ററെയാണ് വീണ്ടും ഇവിടെയുള്ള ഭാരതീയർ എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ അവിടെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതും ഇത്തരം ഒരു പരിപാടിയിൽ അവർക്ക് സംസാരിക്കാനുള്ള അനുമതി നൽകുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വിമർശനം ഇക്കാര്യത്തിൽ ഉയരുന്നത്. ABVP ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശക്തമായ നടപടി ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് പോകും, ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും, നടപടികൾ വേണം, ഇക്കാര്യത്തിൽ കുസാറ്റ് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അവിടെ സ്വീകരിക്കുന്ന മുൻ വിദ്യാർത്ഥികളുടെ ഈ കൂട്ടായ്മ അതിന് കോളേജിനകത്ത് സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഇതിലുള്ള അംഗങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾ ജിജീഷിലേക്ക് വരാം. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അശ്വതി ഒപ്പം ചേരുന്നുണ്ട്. അശ്വതി, പരാതി നിങ്ങൾ നൽകിക്കഴിഞ്ഞു. ഈ മലയാളി സംഘടനയുടെ സ്വഭാവം എന്തെന്ന് അന്വേഷിച്ചോ? ഈ മലയാളി അസോസിയേഷൻ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു പഹൽഗാം അക്രമം നടന്ന സമയത്ത് അവിടെ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളെ അവിടുത്തെ മത തീവ്രവാദികള് വെടിവെച്ച് കൊന്ന സാഹചര്യത്തില് അതിനുശേഷം ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥ ഉണ്ടായപ്പോഴും ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യക്കെതിരെ നിരന്തരം വിഷം ചീറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോ ഇന്ത്യക്ക് നേരെ നടത്തിയിട്ടുള്ള അക്രമത്തില് പാകിസ്ഥാനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു വിക്ടറി റാലി നടത്തിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നിരന്തരമായിട്ട് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തെയും അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി. അപ്പോൾ ഇത്തരത്തിലൊരു വ്യക്തിയെ ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടിക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വ്യക്തിയെ ഒരു മലയാളി അസോസിയേഷന്റെ പരിപാടിക്ക് വരവേറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അത് മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഒന്നാകെ തന്നെ വലിയൊരു അപമാനം കൂടിയാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോ പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം നമ്മുടെ സൈന്യം അതിന് തിരിച്ചടിയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള അവസ്ഥയിലൊക്കെ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഈ പാകിസ്ഥാനെതിരെയും അതുപോലെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ഈ മത തീവ്രവാദത്തിനെതിരെയും ഒറ്റക്കെട്ടായിട്ട് നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതുമാത്രമല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന അവരുടെ സാംസ്കാരിക പരിപാടി. അശ്വതി, ഒരുപക്ഷെ ABVP പരാതി നൽകും മുമ്പേ നൽകേണ്ടിയിരുന്നത് കുസാറ്റാണ്. കാരണം അവരുടെ പേരുകൂടിയാണ് ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതാകട്ടെ രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, ഇന്നലെ അവരൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആ സംഘടനത്തിലൊരു പ്രവർത്തനം നടത്തിയിട്ട് എന്ത് ക്ലാരിഫിക്കേഷനാണ് അവർ മുന്നോട്ട് വെക്കുന്നത്?
നമുക്ക് മുന്നേ അല്ലെങ്കിൽ മറ്റാരും പറയുന്നതിന് മുന്നിപ്പോ അവരായിരുന്നു അത് മുന്നോട്ട് വെക്കേണ്ടതും അവരായിരുന്നു ഇതിനെതിരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടേണ്ടതും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അതല്ല കാണുന്നത്. അവർ ആ ക്ലാരിഫിക്കേഷൻ മുന്നോട്ട് വെച്ചിട്ട് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്തു എന്ന നിലയ്ക്കാണ് അവർ ഇരിക്കുന്നത്. അപ്പോ ഈ സംഘടനയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. അത് മാത്രമല്ല, ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള ഈ സംഘാടകർക്കെതിരെയും കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും വേണമെന്നുള്ളതാണ് ABP പറയുന്നത്. അശ്വതി തുടരണം. ഞാൻ ജിജീഷ് കർണാലിലേക്കൊന്ന് പോവുകയാണ്. ജിജീഷ്, ABVPയുടെ പരാതി കേട്ടല്ലോ. അതായത് രാജ്യവിരുദ്ധതയാണ് ഇതിന് പിന്നിൽ, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരാണിവർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് കൂടി അപമാനമുണ്ടാക്കുന്ന പ്രവർത്തനമാണിത്. ജിജീഷ്. കൃഷ്ണരാജ്, ഇവിടെ ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും തീർച്ചയായും കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് സാധാരണ ഈ കലാലയങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ ഇത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾക്കെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേക റൂമുകൾ അനുവദിക്കാറുണ്ട്. അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ ആണ് ഇത്തരം ആളുകളെ ക്ഷണിച്ചുകൊണ്ട്, ഷാഹിദ് അഫ്രീദിയെ പോലുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന, പാകിസ്ഥാൻ നടത്തുന്ന ഏത് ഭീകരതയെയും കണ്ണുമടച്ച് പിന്തുണയ്ക്കാൻ തയ്യാറാകുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന്, ഭാരതത്തിനെതിരെ പറഞ്ഞ ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവിധ സ്വീകരണവും നൽകുന്നത്. ഒരു ഭാഗത്ത് കേരളത്തെ വനോളം പുകഴ്ത്തുന്നു, അതേ സമയത്ത് തന്നെ കേരളം ഉൾപ്പെടുന്ന ഭാരതത്തിന് നേരെ പാകിസ്ഥാനിൽ ചെന്ന്, അതായത് 8 ലക്ഷത്തോളം സൈനികരെയാണ് നിങ്ങൾ കാശ്മീരിൽ അണിനിരത്തിയിരിക്കുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഭാരതം നടത്തിയ ഭീകരവാദമാണ് എന്നെല്ലാം പറയാനുള്ള ഒരു അത്തരത്തിലെല്ലാം പറഞ്ഞ് വളച്ചൊടിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായ ഷഹീദ് അഫ്രീദിയെ ക്ഷണിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ യാദൃച്ഛികമായിട്ടല്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം അത് തന്നെയാണ് ഈ ക്യാമ്പസുകളിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന അർബൻ മാവോയിസ്റ്റ് ചിന്താഗതികളുണ്ട്, മതഭീകരതയെ പിന്തുണയ്ക്കുന്ന ആശയക്കാരുടെ വലിയ കൂട്ടായ്മയുണ്ട്, രാജ്യവിരുദ്ധ ശക്തികൾ ഒരുപോലെ തന്നെ തലപൊക്കുന്നു, പത്തിവിടത്തുന്ന ഒരു സാഹചര്യം കേരളത്തിലെ വിവിധ കലാലയങ്ങളിലുണ്ട്. ആ കലാലയങ്ങളിൽ ഇത്തരത്തിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾ പിന്നീട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ അതായത് ഈ ഷാഹിദ് അഫ്രീദി നിരന്തരം പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതത്തെ പരിഹസിച്ചയാളാണ്. ഡാനിഷ് കനേരിയ എന്ന ഹിന്ദുവായിരുന്ന കളിക്കാരൻ, അയാൾ തുറന്നു പറഞ്ഞതാണ്, എനിക്ക് പാകിസ്ഥാനിൽ ജീവിക്കാനാകുന്നില്ല, ഒപ്പമിരുത്താൻ പോലും മനസ്സു കാണിക്കാത്ത വർഗീയവാദിയാണ് ഷാഹിദ് അഫ്രീദി എന്ന്. അതിനുശേഷം ഈ എല്ലാ ഭീകര കേന്ദ്രങ്ങളും തകർക്കപ്പെട്ട് പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളൊക്കെയും നിലം തൊടും മുമ്പേ തകർത്തെറിഞ്ഞ ഭാരത സൈന്യം തെളിവുകൾ വരെ പുറത്തുവിട്ടിട്ടും പാകിസ്ഥാനിൽ വിജയാഹ്ലാദ പ്രകടനം ഭീകരർക്കൊപ്പം നടത്തുകയായിരുന്നു ഷാഹിദ് അഫ്രീദി. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരാളെ, ഇതെത്ര നേരത്തെ നിശ്ചയിക്കപ്പെട്ട പരിപാടിയായാൽ പോലും ഇവിടേക്ക് കൊണ്ടുവന്ന് എന്തിനെന്ന ചോദ്യം ഉണ്ട്. പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ ഈ പരിപാടി നടത്തിയാലേ ഇവരെ പങ്കെടുപ്പിക്കാനാകൂ എന്ന് ഈ കൂട്ടായ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അതല്ലേ ശരി? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ സംഘടനയുടെ പ്രവർത്തനം, അത് മാത്രമല്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിഷ്കളങ്കമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഈ ഒരു വ്യക്തിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ വ്യക്തി എന്താണ്, ഈ വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള നിലപാടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും എന്താണ് എന്ന് ഈ സംഘാടകർക്ക് അറിയാത്തതല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പാകിസ്ഥാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടക്കുന്നുണ്ടായിരുന്നത്. അവരുടെ സാംസ്കാരിക പരിപാടി നിർത്തി വെച്ചുകൊണ്ടാണ് ഒരു വലിയ വരവേൽപ്പ് അവിടുത്തെ സംഘാടകര് ഈ ഷാഹിദ് അഫ്രീദിക്ക് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങളുടെ ഉദ്ദേശം നിഷ്കളങ്കമായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. ശരി അശ്വതി. ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ മലയാളി സംഘടനയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ABVP. ഏതായാലും രാജ്യദ്രോഹ നിലപാടാണ് അവർ കാണിച്ചത്, രാജ്യത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു. അതാണ് ABVPയുടെ ആരോപണം. പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്.